Good afternoon and very sorry. എന്നെ കേൾക്കാമോ? Yes. എന്റെ ഓഡിയോ വീഡിയോ ഓൺ ആവുന്നില്ല. അത് കുറെ സമയം എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടാ ശരിയായത്. അതാ കേറാൻ അത്ര ലേറ്റ് ആയത്. Okay, we can start the class. Yes, ma'am. Please. Prayer, please pray. Please doing prayer. ഞാൻ പറയട്ടെ. Good afternoon all. Thank you God. Thank you God for the word so sweet. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for everything. Thank you. Okay. So next. Anything else? Sorry. A bad times of year can teach you all the lesson that's good and not. അതായത് നമ്മുടെ മോശമായ ടൈമിലാണ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. Okay, very good. Good afternoon, Jisha Miss and my friends. I hope all are doing well. I wish you all a very pleasant day. My name is Sajida. Today we will start a breathing exercise. 3 times. Breathe in. Hold. Breathe out. Breathe in. Hold. Breathe out. Breathe in. Hold. Breathe out. Okay, thank you, Miss. Thank you, everybody. So, നിങ്ങളുടെ ബാച്ച് ടീച്ചിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല മാം. ഓക്കെ. ഏതൊക്കെയോ ബാച്ചിൽ നിന്ന് എന്തൊക്കെയോ ഡൗട്ട്സ് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ നിങ്ങളുടെ ബാച്ച് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി നമ്മൾ മോണ്ടിസോറി മെത്തേഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതാണ് ഏറ്റവും നമ്മൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, കുട്ടികളെ നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പാർട്ട് 2 ചൈൽഡ് സൈക്കോളജി കഴിഞ്ഞിട്ടും പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മളുടെ കൂടും. നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നല്ലതുപോലെ നമുക്ക് മനസ്സിലാവും, അവർക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് സ്വിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആക്ടിവിറ്റി, കുട്ടികൾക്ക് ബോറടിക്കുന്നു ഫീൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് മാറ്റി അടുത്തെടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ പോകാറാകുമ്പോ ഒന്ന് പറയണം കേട്ടോ. അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ ഈ കസിന് ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അവര് ഈ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവർക്ക് വേറെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, റെക്കോർഡ് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ആക്ച്വലി ഫസ്റ്റ് 2 ബാച്ച് നൈറ്റിലായിരുന്നു, 8 o'clock ആയിരുന്നു. അവരെ ബാധിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പകലല്ലേ ടീച്ചിങ് പ്രാക്ടീസിൽ പോകുന്നത്. നിങ്ങളുടെ വന്നപ്പോ ശരിക്കും അങ്ങനെ എന്താ ചെയ്യണ്ടേന്നുള്ളത് ഒരു ആക്കണമായിരുന്നു. ഞാനതൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചിട്ട് പറയാം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. ഹോളിഡേ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൺഡേസും ഹോളിഡേസും മാത്രമാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളെയും ബാധിച്ചില്ല ക്ലാസ്സസ്. 10 to 15 days ആയിരുന്നു ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ്. അപ്പൊ ക്ലാസ് ഞങ്ങൾക്ക് അത് ബാധിച്ചില്ല. പക്ഷെ റെഗുലർ ബാച്ചുകാരുണ്ടായിരുന്നു, അവർക്ക് ആ ഒരു 10-15 days ആ ഡേ അവർക്ക് ഓഫായിരുന്നു. പക്ഷെ ആ ഡേയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ഇത് വെക്കുവാണെങ്കിൽ
ഇപ്പോ ഇപ്പം ജനുവരി അല്ലേ, നിങ്ങൾ മാർച്ചിലാണ് ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണെന്ന് വിചാരിക്കുക. ഫെബ്രുവരിയിലെ 10-ാം തീയതി തുടങ്ങി 10 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 15 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം എന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുവാണെങ്കിൽ എല്ലാവരും അപ്പൊ ആ ഡേയിൽ തന്നെ ചെയ്യണം. അത് പോസിബിൾ ആവോ എല്ലാവർക്കും? ഇല്ല മിസ്സേ. അതായിക്കൊള്ളണമെന്നില്ലല്ലോ. ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് ലീവ് തരാനും പറ്റാതെ വരില്ലേ? ആ അല്ല, അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഞങ്ങളുടെ റെഗുലർ ബാച്ചിന് അങ്ങനെയായിരുന്നു. 15 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ അത് ആ പറയുന്ന ഡേറ്റ് തുടങ്ങി എവിടെ വരെയാണോ ആ ഡേറ്റ് വരെ, ആ ദിവസങ്ങളിലെ ലീവ് ഉള്ളൂ. ഇതിപ്പോ ഒരു കുട്ടി പ്രശ്നമില്ലല്ലോ. എന്തോ റെക്കോർഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, ക്ലാസ് മിസ്സായാലും. അതെ, ദാറ്റ് ഇസ് അത് സംടൈംസ് നമുക്ക് ലൈവ് കയറാൻ പറ്റുന്ന ദിവസങ്ങളിൽ കയറുക, അങ്ങനെ പറ്റാത്ത ദിവസങ്ങളിൽ റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മിസ്സേ, ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടീച്ചർ പ്രാക്ടീസിന് വേണ്ടി കയറിയെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ, ഇടയ്ക്ക് തന്നെ പോകണമെന്ന് മസ്റ്റ് ആണോ? ശരിക്കും നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിയുമ്പോഴേക്കും ടീച്ചിങ് പ്രാക്ടീസിന്, അതായത് ഫസ്റ്റ് മോഡ്യൂളിലെ പാർട്ട് 3 കഴിയുമ്പോഴേക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് നല്ലതാണ്. അതിന് മുമ്പ് പോകുന്നതിനേക്കാളും. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ടീച്ചിങ് പ്രാക്ടീസ് എപ്പോഴും കോഴ്സിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് പറ്റില്ല, ചില കുറച്ച് പേര് പ്രഗ്നന്റ് ലേഡീസ്, ഡെലിവറി കഴിഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും പറ്റില്ലല്ലോ, അതൊക്കെ ഫുൾ റെസ്റ്റ് ഒക്കെ കഴിയാതെ കുഞ്ഞു ബേബിയൊക്കെ ആവുമ്പോഴേക്കും അങ്ങനെയുള്ളവർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കോഴ്സ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ള രീതിയിൽ. അതൊന്നും അതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ആണല്ലോ. മറ്റേ നമ്മൾ 12 months കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സിന്റെ ഇൻബിറ്റ്വീൻ ആണ് ശരിക്കും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടായാലും മതി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ടീച്ചർ വേക്കൻസിയിലൊക്കെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞാലല്ലേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിസ്സേ, ഗോയിങ് അബ്രോഡ് പോകാനാണെങ്കിൽ അങ്ങനത്തെ ജെനുവൻ റീസൺസ് ഒക്കെയാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. നമ്മളുടെ ടൈം അങ്ങ് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ചില ബാച്ചുകാര് ഈ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആരാ തരാം? നമ്മൾ പ്രാക്ടീസ് ചെയ്ത സ്കൂളാണോ അതോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? ആക്ച്വലി ചെയ്ത സ്കൂളാണ് തരുന്നത്. കാരണം ഇത്ര ദിവസം തുടങ്ങി ഇത്ര ദിവസം വരെയും ഈ കുട്ടി ഇവിടെ പ്രാക്ടീസ് ചെയ്തു, ഹെയർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ ഗുഡ് എന്നും പറഞ്ഞിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തരുന്നത്. എനിക്കൊക്കെ അങ്ങനെയാ തന്നത്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് 2 ഫോർമാറ്റ് എന്തോ തന്നിട്ടുണ്ടല്ലേ, ഗ്രേഡിംഗ് ഷീറ്റ് പോലത്തെ. അതല്ലേ ഉള്ളൂ. അങ്ങനെ എന്തോ ഒരു ഗ്രേഡിംഗ് ഷീറ്റ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേഡിംഗ് ഷീറ്റ്, മാർക്ക് എന്റെ സിസ്റ്റർ ചെയ്തു. പക്ഷെ അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവരൊരു അവിടുത്തെ ഒരു മിസ്സിന് പുറത്തു പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പരിചയത്തിൽ എന്നാലും ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഓക്കെ, ഇത് മതി, പ്രാക്ടീസ് ആയിട്ട് ഇത് മതി എന്ന് പറഞ്ഞു. മുന്നേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ നിർത്തി. പക്ഷെ അവർക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ തരുന്നത്, ഞങ്ങളാണോ തരുന്നത്? ഞങ്ങളാണെങ്കിൽ അതെങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എന്നൊന്നും അവർക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അവരുടെ ലെറ്റർ ഹെഡിൽ എഴുതുക, ഷീ ഹാഡ് ഡൺ ഹെർ പ്രാക്ടീസ് ഡ്യൂറിങ് ദി ടൈം എന്ന് പറഞ്ഞിട്ട് ആ ടൈം ഡ്യൂറേഷൻ കൊടുക്കുക. ആൻഡ് ഹെയർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ. എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതൊന്ന് എടുത്തു വെക്കട്ടെ, അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് സൈനും സീലും ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മളുടെ പല ബാച്ചിലെ കുട്ടികൾക്കും. പിന്നെ ഈ ഗവൺമെന്റ് സ്കൂളിൽ പോയവർക്കാണ് അവര് ഗവൺമെന്റിന് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഇതിൽ അങ്ങനെ തരാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും കുഴപ്പമില്ലായിരുന്നു. ചിലര് അത് ഡിപ്പെൻഡിങ് ഓൺ മാനേജ്മെന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ചിലർക്കാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയാറ്. മാം, നമുക്ക് ഏത് സ്കൂളിൽ വേണമെന്നുണ്ടെങ്കിലും പോകാൻ പറ്റുമോ? ഏത് സ്കൂളിൽ വേണമെങ്കിലും ട്രെയിനിങ്ങിന് ഏത് സ്കൂളിൽ വേണമെന്നുണ്ടെങ്കിലും പോകാൻ പറ്റുമോ? ഏത് സ്കൂളിൽ വേണമെങ്കിലും പോകാം. നമ്മളുടെ ബയോഡേറ്റയിൽ ആ ഡീറ്റെയിൽസ് ഇടുമ്പോ ആ സ്കൂളിലാണോ ചെയ്തത്, പിന്നെ ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ ചെല്ലുമ്പോ അതിനനുസരിച്ച് സ്കൂൾ സെലക്ട് ചെയ്യണം. ഇത് വലിയ ഇതാണല്ലോ. എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെയുള്ളവർക്ക് ആ സ്കൂള് പിടിക്കില്ല, അങ്ങോട്ട് പോകുമ്പോ അവിടെയുള്ളവർക്ക് ഈ സ്കൂള് പിടിക്കില്ല. ഇത് എന്താ ചെയ്യാ? ആർക്ക് പിടിക്കണില്ലാന്ന്? അതായത് നമ്മൾ ഇത് ഈ സ്കൂളിലാണോ ചെയ്തത് എന്ന് ചിലർക്ക് ഈ സ്കൂളായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, അതിന് നാച്ചുറൽ ആണ്. കാരണം ഒരു സ്കൂളിന് വേറൊരു സ്കൂളിന് അങ്ങനെ ഉണ്ടാവും.
മാം എന്തായാലും നെക്സ്റ്റ് ടൈം മാമിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരുന്നേ. അവർ ചോദിച്ചു എങ്ങനെ തരണ്ടെന്ന്, അവർക്ക് എങ്ങനെ തരണ്ടേന്ന് അറിയുന്നില്ല, അതുകൊണ്ടാണ്. അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് സ്കൂളാണ്. ഓക്കെ, നോക്കാം. കാരണം ഞാൻ ഈ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് കുറേ സാധനങ്ങൾ ഒതുക്കിയിട്ടില്ല ഇപ്പോഴും. ഇപ്പൊ എവിടെയോ ആ ഫയല് കിടക്കുന്നുണ്ട്. അതാണൊരു, ഞാനത് കാണിച്ചു തരാം, കുഴപ്പമില്ല. നമ്മുടെ ബാച്ചിൽ തന്നെ പലർക്കും മുമ്പുള്ള ബാച്ചിലെ പലർക്കും കിട്ടിയിട്ടുണ്ട്. അവര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊടുക്കുന്നുണ്ടോ മാം? ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല കൊടുക്കേണ്ടത്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ്, നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആ ജോലി ചെയ്ത് അവരല്ലേ തരുന്നേ, അതുപോലെ തന്നെയാണ്. അത് സംശയം ചോദിച്ചപ്പോ അവരങ്ങനെ പറഞ്ഞു, ഞങ്ങള് തരും, അവിടുന്ന് സൈൻ ചെയ്ത് തരുള്ളൂ, അത് കണ്ട് നോക്കിയിട്ട് പിന്നെ ഞങ്ങളാണ് തരാന്നൊക്കെ പറഞ്ഞു. അത് നേരത്തെ പോയതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ഒരു സാഹചര്യം വന്ന് പോയതായിരുന്നു. കഴിഞ്ഞല്ലോ എന്ന് കരുതി. അവര് എക്സ്പീരിയൻസ് ഉണ്ട് ക്ലാസ് എടുത്തിട്ട്, അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ വന്നാൽ സർട്ടിഫിക്കറ്റും തരായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോയതായിരുന്നു. കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോ, കുഴപ്പമില്ലല്ലോ. ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇറ്റ്സ് ഫോർ യു ഓൺലി. ഇന്റേൺഷിപ്പ് ടീച്ചിങ് പ്രാക്ടീസ് ആക്ച്വലി കോഴ്സിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്കത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി സ്കൂളിലൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അവർക്ക് അത് കാണിച്ചാൽ മതി. ഒരു മെസ്സേജ് മിസ്, ഞാൻ നാളെ ഇന്റേൺഷിപ്പിന് പോകാനിരിക്കുക. അപ്പൊ നമ്മള് പോകുമ്പോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുപോകണോ? നമ്മുടെ മുമ്പത്തെ +2 ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകണോ? അതോ ഓഫർ ലെറ്റർ കൊണ്ടുപോയാൽ മതിയോ? മതി. ഓൾറെഡി സംസാരിച്ചു വെച്ചേക്കണല്ലേ സ്കൂളില്? സ്കൂളിൽ സംസാരിച്ചു. അവര് നാളെ 10 മണിയാകുമ്പോ ചെല്ലാനാ പറഞ്ഞത്. അപ്പൊ ഇന്ന് ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നേ. അപ്പൊ അവിടുത്തെ മാനേജറിന് എന്തോ തിരക്ക് കാരണം പുള്ളി നാട്ടിലില്ല. അപ്പൊ നാളെ ചെല്ലാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് ആ ലെറ്റർ ഇല്ലേ, ആ ലെറ്റർ കൊണ്ട് ചെല്ല. കാരണം നമ്മൾ കോഴ്സ് ചെയ്യുന്നിടത്ത് നിന്ന് കിട്ടുന്ന ലെറ്റർ ആണല്ലോ. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് എന്തായാലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മറ്റുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ജോലിക്കല്ലല്ലോ പോകുന്നത്, ടീച്ചിങ് പ്രാക്ടീസിനല്ലേ. പിന്നെ നിങ്ങളൊരു ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യണം. ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പോ നമ്മള് എന്താ ചെയ്യണ്ടേ? ടീച്ചിങ് മാനുവൽ അത് ഞാൻ ക്ലാസ് റൂമിൽ ഏതൊക്കെയോ ബാച്ച് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഏതോ ബാച്ചിൽ അതിന്റെ ഡൗട്ട് ചോദിച്ചപ്പോൾ ടീച്ചിങ് മാനുവൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതായത് ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മളുടെ പേര്, ഏത് ക്ലാസ്സിനാണ് നമ്മൾ എടുക്കുന്നത്, എന്താണ് ആ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്ന തീം അല്ലെങ്കിൽ സബ്ജക്ട്. ഇപ്പൊ മാത്സ് ആണെങ്കിൽ മാത്സ് തീം ആണെങ്കിൽ തീമാറ്റിക് ആയിട്ടാണ് മാത്സ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് ത്രൂ ആക്ഷൻ സോങ്, ത്രൂ റൈംസ്, അങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്. പിന്നെ കോളമാണ് ചെയ്യുന്നത്. കോളം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, എൻ്റെ അതിന്റെ ഒരു പിക്ചർ ഉണ്ടാവും, അത് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോളംസ് ആണ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് എഴുതുന്നത്. ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ കുട്ടികളെ ചെയ്യിക്കാൻ പോകുന്നത്, നമ്മൾ ത്രൂ ആക്ടിവിറ്റിയാണ് അവരുടെ ലേണിംഗ് നടക്കുന്നത്. ഇപ്പോ ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പോവുകയാണ്. സോ ടു ടീച്ച് ദം ആൽഫബറ്റ്സ്. അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ വേണമെങ്കിൽ ഹൈഫനേറ്റ് എഴുതാം. റൈംസ്, ആക്ഷൻ സോങ് അല്ലെങ്കിൽ സ്റ്റോറി, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആൽഫബറ്റ്സ് പഠിപ്പിക്കാം അല്ലെ. മോണ്ടിസോറി മെത്തേഡ് ആകുമ്പോൾ നമ്മളത് ത്രൂ ആക്ടിവിറ്റീസ് ആയിരിക്കും, റൈമിലൂടെ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് റെക്കോർഡ് ബുക്കിൽ നിങ്ങളോട് ആൽഫബറ്റിക്കൽ സോങ്, നമ്പർ സോങ് ഒക്കെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. റൈമിലൂടെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ കഥകളിലൂടെ പഠിപ്പിക്കാം, പിന്നെ ആക്ഷൻ സോങ്ങിലൂടെ പഠിപ്പിക്കാം. എന്നിട്ട് അടുത്ത 2ാമത്തെ കോളത്തിന് റിസൾട്ട് ആണ്. റിസൾട്ട് മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ആണ്. നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? കുട്ടികളെല്ലാം ആൽഫബറ്റ്സ് പഠിക്കണം എന്നുള്ളതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടു ലേൺ അല്ലെങ്കിൽ ടു ലേൺ ഓൾ ദി ആൽഫബറ്റ്സ്, അതായിരിക്കും നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. മോഡൽ കാണിച്ചു തരാവോ? ഒരു മോഡൽ പ്രസന്റ് ചെയ്യാവോ? എന്താ പറയാ, എൻട്രി ചെയ്തതല്ല, അതിന്റെ ഒരു ഫോമാറ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മള് സ്കൂളുകാരാണോ അവിടെ ചെല്ലുമ്പോ നമ്മളവിടെ ഏത് ക്ലാസ്സിലാണ് ഇരിക്കേണ്ടതെന്നൊക്കെ പറയുന്നത്, അതോ നമ്മൾ അങ്ങോട്ട് പറയുവാണോ? ഇപ്പൊ ഞാൻ PG ആയതുകൊണ്ട് ഇപ്പൊ ഡിപ്പെൻസ്, ഓരോ സ്കൂളിന് ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസ്സുകൾ 4 വരെ സംബന്ധിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവര് പറയുവാണോ അതോ നമ്മൾ അങ്ങോട്ട് പറയുവാണോ ചെയ്യേണ്ടത്? അവര് പറയും. അല്ലെങ്കിൽ ചിലർ ചോദിക്കും ഏത് ക്ലാസ്സിനൊക്കെ എടുക്കാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയും
ചിലപ്പോ ടീച്ചർമാരില്ലാത്ത ക്ലാസ് ഒക്കെ നമ്മളോട് എടുക്കാനായിട്ട് ചിലപ്പോ അവര് പറയേ. ഓക്കെ മിസ്. കാണാമോ? കാണാം. ആദ്യം ടീച്ചിങ് മാനുവലിന് ഹെഡിങ് കൊടുക്കാം, പിന്നെ ഡേറ്റ്, ഏത് ക്ലാസ്സിനാണ് എടുക്കുന്നത് അത്, പിന്നെ സബ്ജക്ട് അല്ലെങ്കിൽ തീം, ലെസൺ. സബ്ജക്ട് ഇപ്പൊ മാത്സ് ആണെങ്കിൽ മാത്സ്, തിമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ത്രൂ ആക്ഷൻ സോങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ലെസൺ അവർ തന്നിരിക്കുന്ന അവരുടെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിലെ ചാപ്റ്റർ 1 ലെസൺ ഏതാണോ എന്താ എഴുതാം. ഇനി ഇതില് നമുക്ക് 2 കോളംസ്, അത് നിങ്ങൾ പ്രിന്റ് എടുക്കുകയോ ഒന്നും ചെയ്യണ്ട. ഒന്നുമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള നോട്ട്ബുക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലൂസ് ഷീറ്റിൽ ഇതുപോലെ വരച്ച് ചെയ്യാം. ഓക്കെ, കോളേജ് നോട്ട്ബുക്ക് വരയിടാത്ത എടുത്തിട്ടോ, വരയിട്ടു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കോളമൊക്കെ വരയ്ക്കുമ്പോൾ ആ വരയും ഈ വരയും കൂടി കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ 2 കോളംസ്, 2 കോളത്തിന് ഹെഡിങ് കൊടുത്തേക്കുന്നു. ലേണിംഗ് ആക്ടിവിറ്റീസ്, റിസൾട്ട്. ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഈ പറയുന്ന ആൽഫബറ്റ്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ അതല്ല 2-3 ക്ലാസ്സസ് ഉണ്ടെങ്കിൽ 1, 2, 3 നമ്പർ ഇട്ട് എഴുതാം. ആദ്യത്തെ ക്ലാസ്സിൽ പോയി ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പോയി, 2ാമത്തെ ക്ലാസ്സിൽ കൗണ്ടിങ് നമ്പേഴ്സ് കൗണ്ടിങ് ആണെങ്കിൽ അത്, 3ാമത്തെ ക്ലാസ്സിൽ അങ്ങനെ അങ്ങനെ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് 1, 2, 3 എന്ന് എടുത്ത് കൊടുക്കുക. ഇനി ഒരു ക്ലാസ് മാത്രമേ ഉണ്ടെങ്കിൽ 1 കൊടുത്തിട്ട് ടീച്ച് ആൽഫബറ്റ്സ് കൊടുക്കുക. റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കുട്ടികളെല്ലാം ആൽഫബറ്റ്സ് പഠിക്കും അല്ലെങ്കിൽ അവർ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്. ഇവിടെ താഴെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മൈ ഇവാലുവേഷൻ. കാരണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്നതാണ് അവരുടെ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ ഇത് എഴുതുന്നത്. നമ്മൾ ഈ ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ഒരു റൈംസിലൂടെ കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി വീണ്ടും വീണ്ടും അവർക്കത് ചെയ്യണം എന്ന് പറഞ്ഞു, വീണ്ടും വീണ്ടും ആ റൈംസ് പറയണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എഴുതണം. അത് വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. കിഡ്സ് വെയർ വെരി ഇൻട്രസ്റ്റഡ്, they learn the alphabets through the rhymes, അല്ലെങ്കിൽ ആക്ഷൻ സോങ് ആണെങ്കിൽ അത് they enjoyed it very lot എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് ആ കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. ചിലപ്പോൾ ഒറ്റ സെന്റൻസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 സെന്റൻസ്. they asked for repeating the activity എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഓൾസോ they demanded the same. അങ്ങനെ അങ്ങനെ ഓരോന്നും കുട്ടികളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒബ്സർവേഷൻ. അത് എഴുതുക. എന്നിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടൊന്ന് ഇനീഷ്യലി ചെയ്യിക്കോ സൈൻ ചെയ്യിക്കോ വേണം. അപ്പൊ എല്ലാ ദിവസവും കൊണ്ടുപോയി അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവണമെന്നില്ലല്ലോ. അവരോട് ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൽ മാമിന്റെയോ അല്ലെങ്കിൽ സാറിന്റെയോ സൈനോ ഇനീഷ്യലോ എന്തെങ്കിലും ഒന്ന് വേണം. അതിപ്പം അന്ന് തന്നെ അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോയി സൈൻ ചെയ്യിച്ചാലും മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നെ വരച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പ്രിന്റ് ഔട്ട്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? മിസ് അപ്പൊ ക്ലാസ് നമ്മള് എടുക്കാൻ പോകുന്ന എല്ലാ ദിവസവും ചെയ്യാനാണോ മിസ്സേ? അതെ അതെ. ഇപ്പൊ 10 ദിവസമാണ് അവിടെ 10 വർക്കിംഗ് ഡേയിലെ നമുക്ക് അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് വിചാരിക്കുക. അപ്പൊ 10 ഡേയ്സിന്റെ ഷീറ്റ് നമുക്ക് വേണം. അതൊരു നോട്ട്ബുക്ക് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ ഷീറ്റ് ആക്കിയിട്ട് ഫയൽ ചെയ്താലും മതി. ഇത് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്കൂൾ ചോദിക്കുമോ? ക്ലിയർ ആയില്ല, 2 പേരും ഒരുമിച്ച് ചോദിച്ചപ്പോ എന്താണ്? ശരിക്കും നമ്മൾ എത്ര ദിവസമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് 10 to 15 ഡേയ്സ് ആയിരുന്നു ഇനഫ്. അതായിരുന്നു ഞങ്ങളുടെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇത്ര ദിവസം ചെയ്യണം എന്ന്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പക്ഷെ ചില ബാച്ചുകാർ പറയുന്നുണ്ടായിരുന്നു 1 month എന്ന് പറഞ്ഞു എന്നൊക്കെ. അതൊന്ന് ക്ലാരിഫൈ ചെയ്യൂ. നിങ്ങൾ ആ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിങ്ങൾ ചോദിക്കില്ലേ ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വിളിക്കുമ്പോ അവരോടൊന്ന് അങ്ങനെ എത്ര നാൾ ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജയദേവ് സാറ് പറഞ്ഞു 2 മാസം, പറ്റെങ്കിൽ 3 മാസമൊക്കെ ചെയ്യാന്. ചില കുട്ടികൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് ഒരു പ്രാക്ടീസ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഞാൻ പോയടത്ത് ഞാൻ 10 days എന്ന് പറഞ്ഞാണ് പോയത്, പക്ഷെ എന്നോട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു വിത്ത് പേയ്മെന്റ് കേട്ടോ. അങ്ങനെ റിസൾട്ട് വരുന്നവരെ ഞാൻ അവിടെ വർക്ക് ചെയ്തു. ആഫ്റ്റർ റിസൾട്ട് ആയപ്പോൾ
ഫുൾ ആയിട്ട് അവിടെ വർക്ക് ചെയ്തു. ഞാൻ പിന്നെ ഹോളിഡേ ബാച്ച് ആയതുകൊണ്ട് സൺഡേസും ഹോളിഡേ ആണല്ലോ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ 5 ദിവസം അവിടെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കുട്ടികൾ പലരും പോയെടുത്ത് ഇതുപോലെ ടീച്ചർമാർ ലീവിന് പോയി അങ്ങനെയൊക്കെ കേസ് വന്നപ്പോ അവരോട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 months 4 months ഒക്കെ വർക്ക് ചെയ്ത കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ടീച്ചിങ് മാനുവല് എഴുതി വെക്കുന്നത് നമ്മളുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ പോയപ്പോൾ എന്തെല്ലാം അവർക്ക് പഠിപ്പിച്ചു, ഞാൻ കണ്ട എന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് നോക്കണമെങ്കിൽ നമ്മൾ വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കൊടുത്ത ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്നൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. ആക്ച്വലി മോണ്ടിസോറിക്ക് ടീച്ചിങ് മാനുവലേ ഉള്ളൂ, ലെസൺ പ്ലാൻ ഇല്ല. കാരണം മോണ്ടിസോറി മെത്തേഡ് എന്താ, കുട്ടിയെ അനുസരിച്ചാണ് നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്. പ്രീ പ്ലാൻഡ് ലെസൺ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതുപോയി പഠിപ്പിക്കുകയല്ല. അത് സാധാരണ ട്രഡീഷണൽ മെത്തേഡാണ്. പക്ഷേ നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ ആ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അവർക്ക് അറിയില്ല മോണ്ടിസോറി മെത്തേഡിന്റെ ഈ ഒരു ടീച്ചിങ് മാനുവൽ അങ്ങനത്തെ രീതിയിൽ അവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ പല ട്രെയിനീസിന്റെ അടുത്തും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ സ്കൂൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളത് ചെയ്യണം. അതിന് അവിടുത്തെ തന്നെ ടീച്ചർമാരോട് അവർക്ക് ആ സ്കൂളിന് ഒരു ഫോർമാറ്റ് കാണുമല്ലോ ലെസൺ പ്ലാനിന്. ലെസൺ പ്ലാൻ എന്താ, പ്രീവിയസ് ഡേ നമ്മൾ അടുത്ത ദിവസം എന്താ പഠിപ്പിക്കാൻ പോണെന്നുള്ളത് ആ ഒരു പ്ലാനിങ് അവരെ കാണിക്കുക. ചിലപ്പോ ഒരാഴ്ചത്തെ ഒരുമിച്ച് കാണിക്കേണ്ടി വരും. അത് ഡിപ്പെൻസ് ആ സ്കൂളിന്റെ ഫോർമാറ്റ് അനുസരിച്ച്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിലെ ലെസൺ പ്ലാൻ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം കുട്ടിയുടെ അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റുവാണ് ആക്ടിവിറ്റി. കുട്ടിക്ക് ബോറടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ പഠിപ്പിക്കില്ല, നമ്മളിപ്പോ അടുത്ത ആക്ടിവിറ്റി കൊടുക്കും. അതുകൊണ്ടാണ് മോണ്ടിസോറിയിലെ ലെസൺ പ്ലാൻ ഇല്ലാതെ ടീച്ചിങ് മാനുവലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഓക്കെ, ചോദിക്കൂ. ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുന്ന എല്ലാവരും ഈ യൂണിഫോം ഒക്കെ ഉണ്ടാവല്ലോ. ഓൾറെഡി നമുക്ക് എന്തായാലും സാരി തന്നെ ആയിരിക്കുമല്ലോ. അതുപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാരി പ്രിഫർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് ഡിപ്പെൻസ്. പിന്നെ പോയ പല കുട്ടികളും സാരി ഉടുത്തിരുന്നു, അവിടുത്തെ സ്കൂളിന്റെ ഒരു രീതി അനുസരിച്ച്. ഓക്കെ, അപ്പൊ സാരി എന്തായാലും മസ്റ്റ് ആണല്ലോ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോ സാരി ആണല്ലോ. ചില സ്കൂളുകൾക്ക് പക്ഷെ നിർബന്ധമില്ല തോന്നുന്നു. ചുരിദാറൊക്കെ കാണാം. എന്റെ മോനെ താല്പര്യം ചെയ്യാലോ. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കുട്ടിക്കാലം ഞങ്ങൾക്ക് ഞാൻ ഹോളിഡേ ബാച്ചുകാർക്ക് ഞങ്ങൾക്ക് യൂണിഫോം ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ റെഗുലർ ബാച്ചുകാരുണ്ട് മൺഡേ ടു ഫ്രൈഡേ വന്നത്, അവർക്ക് യൂണിഫോം സാരി ഉണ്ടായിരുന്നു. അതാണ് മിസ്സേ. അപ്പൊ നമ്മുടെ യൂണിഫോമിന്റെ കളറ് അതൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്കിപ്പോ യൂണിഫോം ഇല്ല, എന്നാലും തന്നെ നമുക്ക് ഒരു യൂണിഫോം ഒക്കെ നോക്കുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെ, മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് ക്വാളിറ്റീസ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് അത് നിങ്ങൾക്ക് എടുത്തോ? ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം വളരെ സിമ്പിൾ ആയിരിക്കണം, സിമ്പിൾ വെൽ ഡ്രസ്ഡ്. ഭയങ്കര വില കൂടിയ ഡ്രസ് എന്നല്ല, സിമ്പിൾ ആയിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ആ ഒരു സ്കൂളിൽ പോയപ്പോ ഞാൻ ചുരിദാറിട്ടോ പോയത് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ. കാരണം അവിടെ പ്യുവർ മോണ്ടിസോറി ആയിരുന്നു. ചൈന അവർ ഫോളോ ചെയ്യുന്ന രീതിയിൽ. സാറിന്റെ വൈഫ് ചൈനക്കാരിയായിരുന്നു. അപ്പൊ ഫുൾ പ്യുവർ മോണ്ടിസോറി ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെന്നപ്പോ ഒരു മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് നാളെ നീല സാരിയോ പച്ച സാരിയോ ഒരു കളർ പറഞ്ഞു, ഓർമ്മയില്ല, ഉടുത്തിട്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ കുട്ടികൾക്കനുസരിച്ച് ഞാൻ എന്റെ ഡ്രസ്സൊന്നും മാറ്റി, അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം സാരി ഉടുത്തി വന്നത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, അല്ലാതെ സാരി ഉടുത്ത് പോയിട്ടില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഏതോ ബാച്ച് ഇത് ഡൗട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഓർക്കുക, ട്രൈ ചെയ്യുക മാക്സിമം. ഇത് ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കാം ഈ ഒരു ഫോർമാറ്റ്. പിന്നെ മാക്സിമം ട്രൈ ചെയ്യുക ആ ഒരു മോണ്ടിസോറി മെത്തേഡ് പഠിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് മെത്തേഡ് എന്തോ എപ്പോഴാണ് അത് ചെയ്യാൻ ഏറ്റവും നല്ലത് പറഞ്ഞത്? നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ അല്ലേ, പാർട്ട് 3. കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ടൈമിലാണോ ചെയ്യേണ്ടത്? കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ടൈമിലല്ല, മൊഡ്യൂൾ 1 ഓൾമോസ്റ്റ് തീരാറാവുമ്പോൾ, മൊഡ്യൂൾ 1 പാർട്ട് 3 ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ പാർട്ട് 3 കഴിഞ്ഞിട്ടോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ മുന്നിൽ വളരെ കുഞ്ഞു കുട്ടികളെ വരുന്നത്, അവരെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചൈൽഡ് സൈക്കോളജിയും പഠിച്ച് മോണ്ടിസോറി മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ അറിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്.
ബട്ട് ഇറ്റ്സ് യുവർ കൺവീനിയന്റ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കോഴ്സ് കഴിഞ്ഞ് ചെയ്യുന്നവരുണ്ട്. കോഴ്സിന്റെ ഭാഗമാണ് ശരിക്കും ഈ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മുടെ BEdകാർ അങ്ങനെയല്ലേ, അവരുടെ കോഴ്സ് കുറച്ചങ്ങ് കഴിയുമ്പോഴല്ലേ അവർ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. കോഴ്സ് മുഴുവൻ കഴിഞ്ഞിട്ടല്ലല്ലോ അവർ പോകുന്നത്. പക്ഷെ ഇതിപ്പം നമ്മളുടെ പ്ലാറ്റ്ഫോം ഇതായതുകൊണ്ട് നിങ്ങൾക്ക് ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴേക്കും നെക്സ്റ്റ് ഇയർ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ പോയാൽ മതിയോ, ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ ഏത് ബാച്ചാണ്, നിങ്ങൾക്ക് എന്നാ കഴിയണേ? ശരിക്കും കോഴ്സ് ഒരു 1 year ആവുന്ന ഏത് സമയത്താ? ഓഗസ്റ്റ്. ഓഗസ്റ്റിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഓഗസ്റ്റ് സമയമുണ്ടാവും. അടുത്ത ഓഗസ്റ്റിനുള്ളിൽ ചെയ്ത് തീർത്താൽ മതി. പക്ഷെ അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞവര് ആഫ്റ്റർ. ഹലോ, എന്തോ? ഞാൻ ഓൾറെഡി ഇത് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്, 15 ദിവസത്തിലധികം ആയിട്ടുണ്ട്. അപ്പോ ആ സ്കൂളിൽ നിന്ന് ഓര് പറയണേ ഞങ്ങൾ ഇതുവരെ ഓൺലൈനിലുള്ളവർക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ആക്കി കൊടുത്തിട്ടില്ല, അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് ഞാനിപ്പോ പറഞ്ഞത്, അവര് സാധാരണ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യില്ലേ കുട്ടികൾക്ക്? ഇപ്പൊ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യില്ലേ ലാസ്റ്റ് പോകുമ്പോ? അതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ മാറ്റർ ഇങ്ങനെ എഴുതണമെന്ന് മാത്രം. ഷീ ഹാസ് ഡൺ ഹെർ ടീച്ചിങ് പ്രാക്ടീസ് ഫ്രം ദിസ് ഡേ ടു ദിസ് ഡേ അങ്ങനെ എഴുതിയിട്ട് ഡ്യൂറിങ് ദിസ് പീരിയഡ് ഹെർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാനത് എന്റെ എവിടെ ഇരിക്കണേന്നൊരു പിടിയില്ല. ഞാൻ അത് നോക്കിയിട്ട് ഞാനത് ക്ലാസ് റൂമിൽ ഇടാനുള്ള സൗകര്യം ചെയ്തു തരാം. കണ്ടുപിടിച്ച് വെക്കാനുള്ള വിഷമം. അവർക്ക് അറിയായിരിക്കും. ലെറ്റർ ഹെഡ്, അവരുടെ ലെറ്റർ ഹെഡിൽ എഴുതുക, അവരുടെ സൈൻ ചെയ്യുക, സീൽ ചെയ്യുക. അത്ര ലെറ്റർ ഹെഡിൽ പ്രിന്റ് എടുക്കുക, സൈൻ ചെയ്യുക, സീൽ ചെയ്യുക. ഞാൻ നോക്കട്ടെ കേട്ടോ, അത് എന്റെ കയ്യിലുണ്ടായിരുന്നു സത്യത്തില്. ഈ ടീച്ചിങ് മാനുവൽ എഴുതിയതും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുമായിരുന്നു. ഫയൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നമ്മൾ പാർട്ട് 3. അപ്പൊ തരുന്നതാണോ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ കരുതേണ്ടത്, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് തരുമോ? അത് ഇനി അങ്ങോട്ട് അയച്ചു തരേണ്ടത് എങ്ങാനുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നു. ടീച്ചിങ് പ്രാക്ടീസ് കഴിയുമ്പോൾ ചെയ്ത സ്കൂളുകാർ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുമ്പോൾ നമ്മളത് കീപ്പ് ചെയ്യുക. നമ്മൾ വൺസ് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ ബയോഡേറ്റയുടെ ഒരു ഭാഗമാണത്. ചിലപ്പോൾ ചോദിക്കാം നിങ്ങൾ എവിടെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാം. അല്ലാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല. അല്ല പറഞ്ഞത്, നമ്മളിങ്ങനെ ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലേ നമ്മുടെ, അതിന്റെ കാര്യം. അതാണ് പറഞ്ഞത്. അത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് അല്ലേ, നമ്മൾ എക്സാം എഴുതി എല്ലാ കാര്യങ്ങളും അത് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ ആണല്ലോ സർട്ടിഫിക്കറ്റ്. അതുണ്ട്, അത് തീർച്ചയായിട്ടും. അതാ ഞാൻ ചോദിച്ചത്. അവരെന്തോ ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് എന്താന്ന് മനസ്സിലായില്ല. അതാ ഞാൻ ഇങ്ങനെ തിരിച്ചു ചോദിച്ചത്. അത് നമ്മൾ എക്സാം എഴുതി എന്തൊക്കെയാണോ അതിന്റെ റിലേറ്റഡ് ബാക്കി വൈവ പ്രാക്ടിക്കൽസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിയുമ്പോഴേക്കും എല്ലാം അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾക്കൊക്കെ ഒരു മാർക്ക് ലിസ്റ്റും ഉണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു ബാച്ച് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിൻ്റെതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാറൊക്കെ, എങ്ങനെയാണ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. അതൊക്കെ നല്ല സ്റ്റാൻഡർഡൈസ് തന്നെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരും. അതൊന്നും ടെൻഷൻ വേണ്ട. നല്ലൊരു സർട്ടിഫിക്കറ്റ് തന്നെ, വാലിഡ് സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. സോ നമ്മൾ പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? പാർട്ട് 3 മോഡ്യൂൾ 3 യൂണിറ്റ് 3 മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 3 എവിടെ വരെയായി ഓർമ്മയുണ്ടോ? ഇത് ഈ 4 ഫോർമാറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മറിയ മോണ്ടിസോറി 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് എടുത്തോ? അതോ ഇല്ല മാം, പവർ ഓഫ് അറ്റൻഷൻ എടുത്തു കഴിഞ്ഞ അത്രേ ആയിട്ടുള്ളൂ അല്ലെ? അതൊന്ന് വായിപ്പിക്കാ ചെയ്തേ. ഈ ടേബിൾ ഒന്നും ആയിട്ടില്ല അല്ലെ? ഇല്ല മാം.
സോ നമ്മൾ കോൺസെൻട്രേഷൻ, കുട്ടികളുടെ അറ്റൻഷൻ, ആ ഒരു പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു അവർ ഇൻഡിപെൻഡന്റ് ആണ്, അവർ ഇൻഡിപെൻഡൻസ് ഇഷ്ടപ്പെടുന്നു. സോ നമ്മൾ അവരെ ഫ്രീ ആക്കിയാൽ മാത്രമാണ് അവർക്ക് ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് പറ്റുള്ളൂ. അതേസമയം നമ്മൾ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ ഒരു ഡെവലപ്മെന്റ് അവരിൽ അങ്ങോട്ട് താന്നു പോകും. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലും എല്ലാം താന്നു പോകും. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോ മറിയ മോണ്ടിസോറി പറയുന്നത് ഒരാളെ ഫ്രീ ആക്കിയാൽ മാത്രമാണ് അയാൾ ഇൻഡിപെൻഡന്റ് ആകുള്ളൂ. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പവർ ഓഫ് അറ്റൻഷൻ. ഭയങ്കര കോൺസെൻട്രേഷനും ശ്രദ്ധയായിരിക്കും കുട്ടികൾക്ക് ആ ഒരു സമയത്ത്. എന്നുവെച്ചാൽ ആ ഒരു 0 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. അതേസമയം കുറച്ചും കൂടെ പ്രായമാകുമ്പോഴായിരിക്കും പല പല ചിന്തകളും, എന്തെങ്കിലും കാണുമ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, കേൾക്കുമ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ഈ ഒരു ടൈമിൽ അവർ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടിയായിരിക്കും അവർ ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരിങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് കളിക്കുന്നത് പോലും, ഒരു കയ്യിലൊരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിന്റെ അടപ്പാണെങ്കിൽ പോലും എത്ര സമയം അവർ അതിനെ തിരിച്ചു മറിച്ചു നോക്കും, അതിൽ കുത്തി നോക്കും, ആ നിലത്ത് കുത്തി നോക്കും. അങ്ങനെ ഭയങ്കര കോൺസെൻട്രേഷനിലായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് മുഴുവനും. ഇതെല്ലാം ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമുക്കറിയാം ഈ ഒരു ടൈമില് സെൻസിറ്റീവ് പീരീഡ് ആണ്. അവർ സെൻസിറ്റീവ് ടു ദ സറൗണ്ടിങ്സ്, എൻവയോൺമെന്റുമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ എപ്പോഴും എൻവയോൺമെന്റ്, നമ്മൾ എന്താ ഈ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ചുറ്റുപാട്, അതായത് ചില റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾ പറയില്ലേ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണെന്ന് പറയും അല്ലെ. അതായത് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് തന്നെ, ബട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. നമുക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമുക്കതൊരു ബീച്ചിൽ പോയ വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് സൺസെറ്റ് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് അവിടെ. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിനെയാണ് നമ്മൾ ആംബിയൻസ് നമ്മൾ വേർഡ് ഉദ്ദേശിക്കുന്നത്. ചുറ്റുപാട് തന്നെ, ബട്ട് ഫേവറബിൾ സറൗണ്ടിങ്സ്, ഫേവറബിൾ എൻവയോൺമെന്റ്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ഇരുന്നായിരിക്കും അവര് കാര്യങ്ങൾ ചെയ്തത്. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ ഇവിടെ വന്നു. എന്റെ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അവർ 2 പേരും UKG-യിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ആദ്യം പാമ്പും കോണിയും വെച്ചിട്ട് കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അത് ബോറടിച്ചു. അവർ മാറ്റി വെച്ചിട്ട് അവർക്ക് പിന്നെ ടോയ്സ് ഒന്നും വേണ്ട കളിക്കാൻ, ഒളിച്ചു കളിക്കാൻ തുടങ്ങി. അത് എത്ര നേരം അവർ കളിച്ചു. ഹൈഡ് ആൻഡ് സീക്ക് ഏതൊരു കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് അതാണ്. അതിപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ വരെ അത് എൻജോയ് ചെയ്തു. അവരുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചപ്പോ അതൊരു രസമാണ് അല്ലെ. അവര് ആളെ കാണാതെ തോറ്റു പോകുന്നതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അല്ലാണ്ട് ആളെ കാണാണ്ട് തോറ്റുപോയതൊന്നും അവർക്ക് വിഷമമൊന്നും ആയില്ല. കാരണം അതാ 3 പേരും തമ്മിലുള്ള ബോണ്ടിങ് കൊണ്ട് ഉണ്ടായതാ. ഒരാളെ കാണാതെ അവൻ ഞങ്ങൾ തോറ്റു പുറത്തു പോവാന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി 2 പേരും കൂടെ ഇങ്ങനെ വിളിച്ചു പറയും. അതൊക്കെ ഒരു രസം. അവരെ സംബന്ധിച്ച് അതൊരു രസമായിരുന്നു. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിൽ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. 5 സെൻസസ് യൂസ് ചെയ്യുന്നു. നമുക്കറിയാം സെൻസിറ്റീവ് പീരീഡ് ആണ്. ആ ഒരു സറൗണ്ടിങ്സിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് മുഴുവനും അവർ യൂസ് ചെയ്യും. കുട്ടികളെ മറിയ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത മോണ്ടിസോറി എൻവയോൺമെന്റിൽ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അവര് പലതും ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ശരിക്കും സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സ്വയം അവര് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അവരെ ഫ്രീ ആക്കിയാലാണ് അവർ ഇൻഡിപെൻഡന്റ് ആവുള്ളൂ, അവരുടെ പേഴ്സണാലിറ്റി വരുള്ളൂ. അതേസമയം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി മറ്റൊന്നായി പോകും. വേറൊരാളുടെ പേഴ്സണാലിറ്റി അവരിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാവും. സാധാരണ ഇതിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് മെറ്റീരിയൽസിനോട് അട്രാക്റ്റഡ് ആകും. അവരുടെ 5 സെൻസിനെ നല്ല പോലെ ട്രിഗർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ പ്രത്യേകിച്ച് അതാണ് കളറ്, ചില ടെക്സ്റ്റേഴ്സ്. നമ്മള് സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അതിൽ തൊടുമ്പോ അതിന്റെ റഫ്നെസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്മൂത്ത്നെസ്സിനേക്കാൾ അവർക്ക് റഫ്നെസ്, കാരണം അത് അവരുടെ ഫിംഗർ ടിപ്സിലൊരു ടിക്ലിങ്, ഒരു ഇക്ലി പോലെ ഉണ്ടാക്കും. അപ്പൊ അത് അവര് ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ പല മെറ്റീരിയൽസുമായിട്ടും അവര് ഉള്ളത്. അവിടെ അവരുടെ ടാക്ടൈൽ സെൻസ്, ആ ടച്ച് ചെയ്യുന്ന ആ സെൻസാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ഓരോന്നും
പിന്നെ ചില കളേഴ്സ് ഭയങ്കര റെഡ്, ഭയങ്കര ബ്ലൂ, ഗ്രീൻ ഒക്കെ കാണുമ്പോൾ അവർ നല്ല പോലെ ആ കളറിലേക്ക് ശ്രദ്ധിക്കും. അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റി ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ അവർ ചെയ്യും. അവരവരുടെ സെൻസസ് എല്ലാം യൂസ് ചെയ്യുന്നു. കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവന്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും അവൻ പിന്നെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തത് ചെയ്യും. അങ്ങനെ ഒരു ടെൻഡൻസി, ആ ഒരു എന്താ പറയാ, മനസ്സും ഡെവലപ്പ് ആകുന്നു. അവന്റെ ഫിസിക്കൽ പല ബോഡിയിലെ പല മസിൽസും അതിനനുസരിച്ച് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. കൈകൊണ്ടാണ് കൂടുതലും ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് കയ്യിലെ ആ ചെറിയ മസിൽസ് ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ മനസ്സിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക നമ്മൾ പറയില്ലേ, സൈക്കിക് പാറ്റേൺ, മൈൻഡിന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വരും. കോൺസെൻട്രേഷൻ, അപ്പൊ അവന്റെ ഉള്ളിൽ കുറെ കേപ്പബിലിറ്റീസ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം കോൺസെൻട്രേഷനാണ്. ഒരു കാര്യം ഇപ്പൊ സൂചി നൂലും കോർക്കുക. കഴിഞ്ഞ ദിവസം ആരോ പറയണ്ടായിരുന്നു ബീഡ്സ് കൊടുത്തിട്ട് നൂലും കൊണ്ട് ഇങ്ങനെ നൂല് കോർക്കാനായിട്ട്. അവര് ഭയങ്കരമായിട്ട് അത് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ചെയ്യും. അപ്പൊ എന്താ, അവിടെ അവന്റെ വിഷൻ നല്ലപോലെ യൂസ് ചെയ്യണം. കയ്യിൽ അത് പിടിക്കുന്നത്, അത് ആ ഹോൾഡ് ചെയ്യുന്നത്, അത് നല്ല ശ്രദ്ധിച്ച് പിടിക്കും. നീ ബീഡ് താഴെ പോവാതിരിക്കാൻ, അല്ലെങ്കിൽ സൂചി നൂലും കോർക്കുമ്പോ കറക്റ്റ് ആ ഹോൾ എവിടെയാന്ന് നോക്കിയിട്ട് നൂല് അതിലൂടെ കടത്തും. കോൺസെൻട്രേഷൻ ഇങ്ങനെ ഉള്ളിലുള്ള പല കപ്പാസിറ്റീനെയും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പൊ അവന്റെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ അത് കൂടുകയാണ്. നമ്മൾ പിന്നെ ജഗ്ഗില് വെള്ളം ഒഴിപ്പിക്കുക, ഫണൽ വെച്ചിട്ട് വെള്ളം ഒഴിപ്പിക്കുമ്പോഴേക്കും അവന്റെ ശ്രദ്ധിച്ച് നല്ലൊരു ഓർഡർ, ഡിസിപ്ലിൻ അതൊക്കെ ആവും. പിന്നെ കടല പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും, കടല താഴെ പോകാതെ ശ്രദ്ധിച്ച് അവര് ചെയ്യും. ഈ കോൺസെൻട്രേഷൻ അവരുടെ ഉള്ളിലുള്ള പല കഴിവും. അപ്പൊ ചില അമ്മമാര് പറയില്ലേ, ചില കാര്യങ്ങള് ചില കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോഴേക്കും അവരത് നല്ല പോലെ ചെയ്യുന്നത്. കാരണം അത് അവന്റെ ഒരു കേപ്പബിലിറ്റിയാണ്, അത് നല്ല ഫൈൻ ആയിട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ തുണികള് മടക്കി വെക്കില്ലോ, ചില കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോഴേ നല്ല നീറ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോയി മടക്കി വെക്കുന്നതാണ്. കുളിച്ചു കഴിഞ്ഞിട്ട് ടവല് നല്ലപോലെ ഉണങ്ങാനായിട്ട് അഴയിൽ കൊണ്ടിടുന്ന കാണാം. അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു ചില കുട്ടികളെ പറ്റി അമ്മമാര് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ അവൻ എന്താണോ ചെയ്യുന്നത് അത് നല്ല കോൺസെൻട്രേഷനോടുകൂടി അവന്റെ ആ ഇന്നർ പൊട്ടൻഷ്യൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ ഈ യൂട്യൂബിൽ ഒരു അമ്മയുടെയും മോന്റെയും വീഡിയോ അവരുടെ ഇത് കാണുന്നത്. ആ മോൻ മേ ബി അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന മോനായിരിക്കാം. എന്നിരുന്നാലും കുക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യാനായിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു. നല്ല ഭംഗിയുള്ള ഒരു വീട് കേട്ടോ. അങ്ങനെ അമ്മയും മോനും കൂടെ ആ വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യുന്നു. അപ്പം ആ കുട്ടിയുടെ ഒരു ഇൻസൈഡുള്ള ഒരു പൊട്ടൻഷ്യലാണ് അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും. ചിലര് ഒരേ കാര്യം തന്നെ പലരും ചെയ്യും. ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ, വളരെ നീറ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ. ചിലര് ഭക്ഷണം കഴിക്കുന്ന കണ്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അതുപോലെ വാരി വലിച്ച് അങ്ങനെ. അത് ചെറിയ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ചെറിയ കുട്ടികൾ ചെറിയ കുട്ടിയാന്ന് ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യും. ചില വലിയ ആൾക്കാരെ കാണിക്കുന്നതാണ്. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യലാണ്. നമ്മളിപ്പോ ഗ്രൂപ്പായിട്ടിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ എങ്ങനെ ചെയ്യണം, എന്ത് മാനേഴ്സ്, അതൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരുന്ന പല കാര്യങ്ങളുമാണ്. ഓക്കെ, സോ അതായിരുന്നു പവർ ഓഫ് അറ്റൻഷൻ. അപ്പൊ കോൺസെൻട്രേഷനോട് കൂടി അവരൊരു കാര്യം ചെയ്താൽ അവരുടെ ഉള്ളിലുള്ള പല കഴിവും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് അവരെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യിക്കുക എന്നുള്ളത്. സൂചി നൂല് കോർക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാവുന്നതാണ്. സൂചിയൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ ബീഡ്സ് കൊണ്ടുപോയിട്ട് ഈ നൂല് കൊടുക്കുക. നൂല് തന്നെ ടങ്കീസ് ഇല്ലേ, അതാകുമ്പോൾ എളുപ്പമായിരിക്കും ചെറിയ കുട്ടികൾക്ക്. നൂലാകുമ്പോൾ അതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ടങ്കീസ് ആകുമ്പോൾ അവർക്ക് എളുപ്പത്തിന് കോർക്കാനായിട്ട് പറ്റും. അവരെ കൊണ്ട് കൗണ്ടിങ് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് ഒരേ ആക്ടിവിറ്റി തന്നെ പല കാര്യങ്ങൾ ചെയ്യിക്കാം. ഒന്ന് ഇവരുടെ കോൺസെൻട്രേഷൻ, ആ പവർ ഇംപ്രൂവ് ചെയ്യാം, അവരുടെ പവർ ഓഫ് അറ്റൻഷൻ. പിന്നെ കൗണ്ട് ചെയ്യിക്കാം, അതും അപ്പൊ ഒരു കൗണ്ടിങ് അവിടെ നടക്കും. പിന്നെ നല്ല കളർ ബീഡ്സ് ആണെങ്കിൽ കളർ ഐഡന്റിഫൈ ചെയ്യിക്കാം. ലൈക്ക് റെഡ് ബ്ലൂ, അപ്പൊ നമുക്ക് ദിസ് ഇസ് റെഡ്, ദിസ് ഇസ് ബ്ലൂ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇൻഡയറക്ട്ലി അവരുടെ ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡിലെ ഓരോ ആക്ടിവിറ്റി. ത്രൂ വൺ ആക്ടിവിറ്റി പല ഏരിയയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലാകുന്നത്. കൗണ്ടിങ് പഠിച്ചതിന്റെ ഒപ്പം തന്നെ കളറും പഠിച്ചു. കളർ പഠിച്ചതിന്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പഠിച്ചു. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ഓരോ ഏരിയയിലെ ഡെവലപ്മെന്റ്. ഓക്കെ,
മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, ദെൻ സെൻസോറിയൽ ഏരിയ, ദെൻ ലാംഗ്വേജ് ഏരിയ, ദെൻ മാത്തമാറ്റിക്കൽ ഏരിയ, സയൻസ് ഏരിയ. ഇങ്ങനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നത്തിങ് ബട്ട് നമ്മുടെ കിച്ചൺ തന്നെ. സെൻസോറിയൽ ഏരിയയിലൂടെ 5 സെൻസസിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ്, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ഉള്ളത് സെൻസോറിയൽ ഏരിയയിലാണ്. ടച്ച് ചെയ്യുന്നത്, കേൾക്കുന്നത്, സ്മെല് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്, പിന്നെ എല്ലാം ടെക്സ്ചർ, പല രീതിയിലുള്ള ടെക്സ്ചറിൽ വരുന്ന സാധനങ്ങൾ തൊടുന്നത്, അങ്ങനെ വലിപ്പം, ലെങ്ത്, ബ്രെഡ്, സൈസ്, വെയിറ്റ് ഒക്കെ മനസ്സിലാക്കുന്നത് ത്രൂ സെൻസോറിയൽ ഏരിയയാണ്. അവിടെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റും വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് ഏരിയ വരുന്നുണ്ട്, ആൽഫബറ്റ്സും നമ്പേഴ്സും, പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമ്പേഴ്സും, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസും വരും. സയൻസ് ഏരിയയിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഇത് സുവോളജി, ബോട്ടണി എന്നുള്ള രീതിയിൽ, അതായത് ഗാർഡൻ ഉണ്ടായിരിക്കും, ചെടികൾ നടാനും ചെടികൾ നട്ടു വളർത്ത ചെടിയെ നോക്കാനും, പിന്നെ അതുപോലെ സാൻഡ് പിറ്റ് ഒക്കെ ഉണ്ടാവും, ചെളിയിൽ കാല് വെച്ച് ചെളി കൊണ്ട് ചെടി കുഴയ്ക്കുക, പിന്നെ പൂൾ ഉണ്ടാവും, വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും, കളിക്കാനായിട്ട് വെള്ളത്തിൽ കളിക്കാനുള്ളതും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വില്ലാണ്. നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് വർക്ക് ഉണ്ട്, കുട്ടികൾ സ്ലോ ആയിട്ട് ഇങ്ങനെ അവരുടെ, അപ്പൊ ഇത് ഭയങ്കര ഒരു സ്പീഡി പ്രോസസ് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു അഡൾട്ട് ഒരു കാര്യം വിത്തിൻ ടൈം ചെയ്യുമായിരിക്കും, പക്ഷെ കുട്ടി അതിന് മോർ ടൈം എടുക്കും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അത് ചെയ്യും, അങ്ങനെ പല ദിവസം ചെയ്യും, പല തവണ ചെയ്യും, ഒരു ദിവസത്തിൽ തന്നെ പല തവണ ചെയ്യും. ഇതൊരു സ്ലോ ആയിട്ടാണ് കുട്ടിയുടെ വിൽ ഇൻസൈഡ്, ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ അത് ഡെവലപ്പായി വരുന്നത്. ഓരോ വർക്കും റിപ്പീറ്റ് ചെയ്യുന്നു മെനി ടൈംസ്, ഒരു ദിവസം പലതവണ, ഒരു ആഴ്ചയിൽ പലതവണ, അങ്ങനെ കുറെ കാലം, പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് അവൻ ചെയ്യുന്ന ആക്ഷൻസിൽ ഒരു പവർ കൺട്രോൾ, സെൽഫ് കൺട്രോൾ ഉണ്ടാവുകയാണ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും, ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും, എത്ര ടൈം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരു പവർ ഓഫ് കൺട്രോൾ അതിന്റെ ആക്ഷൻസിൽ വരുവാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ്, ആ ഒരു ഇപ്പൊ മോണ്ടിസോറി പറയുന്നത് അങ്ങനെ ഒരു പവർ ഓഫ് കൺട്രോൾ വന്ന് പിന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കുട്ടി മൂവ് ചെയ്യാണ്. അപ്പൊ ഇതൊരു സ്ലോ പ്രോസസ് ആണെങ്കിൽ പോലും കറക്റ്റ് പാറ്റേണിൽ ഈ ഒരു മൂവ്മെന്റ് മീൻസ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുവാണ്. അങ്ങനെ ത്രൂ ഔട്ട് ഓരോരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ നടക്കും. അങ്ങനെ കഴിയുമ്പോൾ സെൽഫ് ഡിസിപ്ലിൻ, അവൻ സെൽഫ് കൺട്രോൾ വന്നു, പിന്നെ സെൽഫ് ഡിസിപ്ലിൻ, ഒരു ഓർഡർ ഫോം ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ ഒരു ഓർഡർ ഫോം ചെയ്യും, സെൽഫ് ഡിസിപ്ലിൻ ആകും. അങ്ങനെ തേർഡ് സ്റ്റേജിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരും. മോണ്ടിസോറി ആ 3 സ്റ്റേജസിനെ പറഞ്ഞത്, അങ്ങനെ ഓരോ 3 സ്റ്റേജ് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജില് റെപ്പിറ്റീഷൻ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് വർക്ക് ആക്ടിവിറ്റീസ്. സെക്കൻഡ് സ്റ്റേജ് വന്നിട്ട് സെൽഫ് ഡിസിപ്ലിൻ, അങ്ങനെ ഇരുന്ന് കോൺസെൻട്രേഷനോട് കൂടി റിപ്പീറ്റഡ് ആയിട്ട് ഓരോ കാര്യം ചെയ്യുന്നു, അവനൊരു ഓർഡർ വരുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു, അവന് തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ, ആരും ഷൗട്ട് ചെയ്തോ വഴക്ക് പറഞ്ഞിട്ടോ ഉള്ള സെൽഫ് ഡിസിപ്ലിൻ അല്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒബീഡിയൻസ്, ആ ഒരു അനുസരണ, അച്ചടക്കം, അനുസരണ എടുത്ത സ്റ്റേജിൽ വന്നു. സെൽഫ് ഡിസിപ്ലിൻ കഴിയുമ്പോഴേക്ക് കുട്ടി തേർഡ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാന്നാണ് പറയുന്നത്. ആ ഒരു ഒബീഡിയൻസ് എന്ന് പറയുന്നു, അതായത് ഒബേ ചെയ്യാനുള്ള ഒരു പവർ. കുട്ടികളെ മടി കാണിച്ച് പേടിപ്പിച്ച് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് അങ്ങനെയല്ല മോണ്ടിസോറി മെത്തേഡിൽ സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും ഉണ്ടാകുന്നത്. അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവരിൽ പ്രോഗ്രസീവ് ആയിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സോ നമുക്ക് അറിയാം മോണ്ടിസോറിയുടെ ആ ഡെവലപ്മെന്റിന്റെ 3 സ്റ്റേജസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് റിപ്പീറ്റേഷൻ ആണ്. അത് ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. വായിച്ചോട്ടെ? യെസ് പ്ലീസ്. ഏതുവരെ വായിക്കണം മിസ്? ഫസ്റ്റ് സ്റ്റേജ് മുഴുവൻ വായിച്ചോളൂ. നമ്മളിപ്പോ വായിച്ച് ഒരു ഇതൊക്കെ ആയല്ലോ, അപ്പം കുഞ്ഞു പാരഗ്രാഫ് ആക്കണ്ട, ഫുൾ ടോപ്പിക് ഇവിടെ വരെയുണ്ട്. ചോസൻ ടാസ്ക്. ഓക്കെ മാം, ഒന്ന് സ്ക്രോൾ ചെയ്ത് വെക്കോ? കാണാമോ?
Okay. Okay. The child has a basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins the repetition of an activity several times without obvious reason to an adult. However, internally this repetition assists him in his psych development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. As the child sustains making his own decision and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is a slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to be encouraged. The child will and he endeavors to adapt to the limit of his chosen task. ഓക്കെ. കഴിഞ്ഞു. ത്രൂ റിപ്പീറ്റേഷൻ നമുക്ക് തോന്നി കൊച്ചിന് മടുക്കുന്നില്ലേ? ചില കാര്യങ്ങൾ കുട്ടികളെ നമുക്ക് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഗെയിം ആണെങ്കിലേ വീണ്ടും വീണ്ടും കളിക്കാനായിട്ട് വരും. ബട്ട് കമ്പയർഡ് ടു ഒരു അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഓൾറെഡി അവർക്കങ്ങ് മടുപ്പായി. പക്ഷെ കണ്ടിട്ടില്ലേ ചില ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ ഒരു മടുപ്പും കാണിക്കാതെ കുട്ടികളുടെ കൂടെ അങ്ങനെ അവർക്ക് അറിയാം കുഞ്ഞുങ്ങൾക്ക് അത് വേണം, ആവശ്യമാണെന്ന് അറിയാം. വീണ്ടും വീണ്ടും ആ കളികളിൽ അല്ലെങ്കിൽ അവരെ റിപ്പീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ അങ്ങ് ഇൻവോൾവ് ആവും. അപ്പൊ അത് ശരിക്കും ഇവരുടെ ഡെവലപ്മെന്റിന് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ ചെയ്യുമ്പോഴേക്കും ഇന്നറായിട്ട് അവരുടെ ഉള്ളിൽ എന്തെല്ലാം പൊട്ടൻഷ്യൽസ് ഉണ്ടോ അതെല്ലാം പുറത്തേക്ക് വരും. അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ എല്ലാം കൂടുകയാണ്. അത് മാത്രമല്ല അവരൊരു ഓർഡറിലാകുകയും ചെയ്യും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. വീണ്ടും 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 അവർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൺട്രോൾ ഓഫ് എറർ. മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഇപ്പൊ അവർക്കൊരു സെൻസോറിയൽ മെറ്റീരിയൽ കൊടുത്തിരിക്കുകയെന്ന് വിചാരിച്ചു. പിങ്ക് ടവർ എന്നൊരു മെറ്റീരിയൽ നമുക്കുണ്ട്. ഈ പിങ്ക് ടവർ ആണ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ പിങ്ക് ടവറിൽ നമുക്ക് 10 ക്യൂബ്സ് ആണ്. ടവർ ഷേപ്പില് ആ എല്ലാ ക്യൂബ്സും കൂടെ വെച്ച് കഴിയുമ്പോൾ അത് ടവർ ഷേപ്പിലാകും. സെപ്പറേറ്റ് ആക്കാവുന്ന ടൈപ്പുള്ള ക്യൂബ്സ് ആണ്. പിങ്ക് ഷെയ്ഡ് ആണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ഈ 10 ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെ വേരി ചെയ്യുന്ന ഡയമെൻഷൻ ഉള്ളതാണ്. ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതായത് എല്ലാ ഫേസസും സ്ക്വയർ ആണ്. അതായത് റുബിക്സ് ക്യൂബ് ഇല്ലേ, നമ്മള് മാജിക് ക്യൂബ്സ് കളിക്കില്ലേ, അതുപോലെ ആ ഷേപ്പിൽ വരുന്ന 1 സെന്റിമീറ്റർ സൈഡ് ലെങ്ത് തുടങ്ങിയിട്ട് 10 സെന്റിമീറ്റർ വരെ. ശരിക്കും ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലാണ് ഏറ്റവും നേരിയ കൂടിയ ഭാഗം വരുന്നത്. അതിന്റെ മുകളിൽ അതിന്റെ ചെറുത്, അങ്ങനെ 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 ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ഏറ്റവും ചെറുത്. അപ്പോഴാണ് ടവർ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. പിങ്ക് ടവർ നമുക്ക് കിട്ടിയിട്ടില്ല മെറ്റീരിയൽ വാങ്ങിച്ചിട്ടേ. അത് കിട്ടിയാൽ ഞാനത് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ഏറ്റവും മുകളില് ഏറ്റവും ചെറിയ സ്ക്വയർ ആയിരിക്കും, ചെറിയ ക്യൂബ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇവര് ആദ്യം പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പൊ വൺസ് ഒരു അഡൾട്ടിനെ കാണിക്കുമ്പോൾ ഹീ നോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും അവർക്ക് ആ അഡൾട്ടിന് അറിയാം അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. അവരാദ്യം ചിലപ്പോൾ ചെറുത് വെച്ചിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ കൊണ്ടുപോയി വലുത് വെക്കും. അങ്ങനെ വെക്കുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ ബാലൻസ് ഇതായി അതെല്ലാം മറിഞ്ഞു വീഴും. അപ്പൊ അങ്ങനെ 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 അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ സെയിം ആക്ടിവിറ്റി.
അങ്ങനെ ഇവരെല്ലാം ആദ്യമേ തന്നെ ഡെമോ കൊടുത്തിട്ടുണ്ടാവും എല്ലാ മെറ്റീരിയൽസും. പക്ഷെ വൺസ് ഇവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് പല പല പ്രശ്നങ്ങൾ വന്ന് അവര് കറക്റ്റ് ആയിട്ടില്ലാത്ത രീതിയിൽ വെക്കും. അപ്പൊ അവർക്ക് മനസ്സിലായതല്ല അതിന്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ള മനസ്സിലാവും. അവർ വീണ്ടും ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വൺസ് അവരത് അച്ചീവ് ചെയ്യും, അക്കംപ്ലിഷ് ചെയ്യുവാണ്, ആ ഷേപ്പിലേക്ക് അവർ ആക്കി കഴിഞ്ഞു. സോ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. തനത്താനെ കൈയടിച്ച് ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്യാം അവരെ. ഓക്കെ, അപ്പൊ അതാണ് റിപ്പിറ്റേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ അവർ എൻജോയ് ചെയ്യുന്നു ആ ആക്ടിവിറ്റി, അവർ വീണ്ടും ചെയ്യും. പിറ്റേ ദിവസം വന്ന് ചിലപ്പോൾ ആദ്യം എടുക്കുന്നത് സെയിം മെറ്റീരിയൽ ആയിരിക്കും, വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ചെയ്ത് അവർ ഒരു ഓർഡർ ഫോം ചെയ്യുന്നു, അവർക്കൊരു സെൽഫ് ഡിസിപ്ലിൻ അവരിൽ ഉണ്ടാവുന്നു. ആ ഒരു റിപ്പിറ്റേഷൻ ഇന്റേണലി അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്, അവരുടെ ബുദ്ധി, റീസണിങ്, തോട്ട് പ്രോസസ് എല്ലാം ഇംപ്രൂവ് ചെയ്യുവാണ്. അപ്പൊ അഡൾട്ട് മീൻസ് അവർക്കറിയാം ദേ നോ ഹൗ ടു ഡു ദിസ്. ബട്ട് കുട്ടികൾക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യുമ്പോൾ അവര് ഒരു കൺട്രോൾ ഓവർ ഹിംസെൽഫ്, അവരിൽ തന്നെ അവർക്ക് അതിനെപ്പറ്റി ഒരു കൺട്രോൾ, ഒരു ബാലൻസ് എല്ലാം കിട്ടുക. ആൻഡ് ദ സറൗണ്ടിങ്സ്. ഇപ്പൊ അവര് അത് പിൻ ടവർ വെച്ചു, ശരിയായ രീതിയിൽ അത് ഇരിക്കുന്നില്ല. അപ്പൊ അവർക്കറിയാം ഏതൊരു സ്ഥലത്ത് ശരിക്കും മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു മാറ്റ് എടുത്തിട്ട് തിരിക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് പലപ്പോഴും മെറ്റീരിയൽസ് കൊണ്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂം അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ പല സൈഡിലും ഇതുപോലുള്ള മാറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ തന്നെ പോയിട്ട് ആ മാറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അൺഫോൾഡ് ചെയ്തിട്ട് ഈ ആക്ടിവിറ്റിയുടെ മെറ്റീരിയൽസ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇരുന്നിട്ടാണ് അവർ ചെയ്യുന്നത്. വൺസ് ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ ഇവർ ആക്ടിവിറ്റിക്ക് എടുത്ത മെറ്റീരിയൽസ് അതേപോലെ തന്നെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞിട്ട് മാറ്റ് വീണ്ടും ഫോൾഡ് ചെയ്ത് എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ആ കരിക്കുലത്തിൽ ആ ഒരു ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓൺ ഡിസിഷൻസും അവന്റെ തന്നെ മൂവ്മെന്റും എല്ലാം ആ ഒരു എൻവയോൺമെന്റിൽ നടക്കുക. അപ്പൊ 3 years വരെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നിരുന്ന ആള് പെട്ടെന്ന് തന്നെ കോൺഷ്യസിലേക്ക് വരും. അപ്പൊ അവനിൽ പല പല കാര്യങ്ങളും അവനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഹി നോസ് ഹൗ ടു ഡു ദ തിങ്സ്. ഫസ്റ്റ് ഡേയ്സ് ക്ലാസ്സിൽ വരുന്ന കുറച്ച് അത് ആ ക്ലാസ്സുമായിട്ടൊന്ന് പരിചയമായി വരാൻ കുറച്ച് സമയം എടുക്കും. മേ ബി 1 week എടുക്കുമായിരിക്കും, 2-3 days എടുക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു അഡാപ്റ്റേഷൻ, ആ ഒരു എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇഷ്ടത്തോടുള്ള പൊരുത്തപ്പെടാൻ, അതാണ് കേട്ടോ. അത് നടക്കുമ്പോൾ അവൻ നല്ല ആ ഒരു കോൺഷ്യസ്നെസ് സ്റ്റേജിലേക്ക് നല്ല ബോധത്തോടു കൂടിയായിരിക്കും പിന്നെയുള്ള കാര്യങ്ങൾ നടക്കുക. സ്ലോ പ്രോസസ് ആണ്, ബട്ട് ഇറ്റ് ഡെവലപ്സ് ത്രൂ. അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എൻവയോൺമെന്റില് വളരെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ ഒരു മോട്ടിവേഷൻ നമ്മളുടെ സൈഡിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു എൻകറേജ്മെന്റ് നടത്തുന്നു. പിന്നെ സെൽഫായിട്ട് അവർ എൻകറേജ്ഡ് ആവുന്നുണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റുന്നുള്ള ആ ഒരു തോട്ടൊക്കെ ഇവരുടെ ഉള്ളിൽ വരുന്നു. ഐ ഹാഡ് ഡൺ ദിസ്, ഞാനിത് ചെയ്തു, ഐ എം സക്സീഡ്, ഞാൻ ജയിച്ചേന്നൊരു ഫീൽ, ആ ഒരു ഫീൽ വരും. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആണ് ഡെവലപ്മെന്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബോൾ ആണെന്നുണ്ടെങ്കിൽ ബോള് കൊണ്ടുവരിക, ഈ പ്ലാസ്റ്റിക്കിന്റെ ബോള്, പിന്നെ ഗ്രേപ്സിന്റെ ആ ഒരു റബ്ബറിന്റെ ടോയ് പോലെയൊക്കെ കുറെയൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണോ കറക്റ്റ് ആയിട്ടുള്ള ഫോം? അത് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ബട്ട് ചില സ്കൂളിൽ അലോ ചെയ്യില്ലല്ലോ, ടോയ്സും അങ്ങനെയുള്ള ഇതൊന്നും അലോ ചെയ്യില്ലല്ലോ. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക, നമുക്ക് കുറച്ച് ഡിഫറെന്റ് മെത്തേഡിൽ പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്. അതെ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കാരണം ഏത് സ്കൂളിലും അങ്ങനെ അത്ര ഉണ്ടാവില്ല. നമ്മൾ മോണ്ടിസോറിയിൽ കുറച്ച് കുട്ടികളെ ഡിഫറെൻ്റ് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോരോ സാധനങ്ങൾ വെച്ച് കൊടുത്ത് പഠിപ്പിക്കുക അങ്ങനെയുള്ളത് ചില സ്കൂളുകളൊന്നും അനുവദിക്കില്ലല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? സ്കൂൾ അനുവദിക്കില്ലെങ്കിൽ അപ്പൊ അവരായിരിക്കുമല്ലോ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചിലപ്പോ അവരുടെ ലെസൺ തന്നിട്ട് ഇത് പഠിപ്പിക്കണം അങ്ങനെ ഇങ്ങനെ പറയായിരിക്കും. അവിടെ നമുക്ക് റൈംസും ആക്ഷൻ സോങ്ങും യൂസ് ചെയ്യാലോ.
അതവര് ടീച്ചർ കളക്ട് ചെയ്ത് ഒട്ടിച്ചു കൊണ്ടുപോകാലോ, അതിന് കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ചില സ്കൂൾ അത് അനുവദിക്കില്ല, ചില സ്കൂൾ അത് അനുവദിക്കും, അതുകൊണ്ട് ചോദിച്ചത്. നമുക്ക് നല്ല ഫ്രീഡം തരുന്ന സ്കൂളുകളുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം, അങ്ങനെ രീതിയിൽ പറയുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ റൈംസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, ആക്ഷൻ സോങ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ച് അങ്ങനെ കൊണ്ടുപോയി അത് കാണിക്കാം. നമ്മൾ അല്ലാതെ ഇങ്ങനെയുള്ള മൂവബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ട് ചെല്ലുമ്പോൾ കുട്ടികളെ നമ്മൾ മിസ്ലീഡ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ അവര് പറയേണ്ടത്. അതെ അതെ. ചിലര് പറയും നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അവർ ചിലപ്പോൾ വന്നിരിക്കും ക്ലാസ്സിൽ. ഓക്കെ. ചിലര് പറയും നിങ്ങൾക്ക് ചിലർക്ക് പോർഷൻസ് എവിടെയെങ്കിലൊക്കെ മിസ്സായിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആ ടീച്ചർ ലീവിന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ എടുത്തു തരാം, അങ്ങനെ ഡീറ്റെയിൽസ് അങ്ങനെ തരുന്നവരുണ്ട്. മോണ്ടിസോറി സ്കൂൾ ആണെങ്കിൽ അവിടെ പിന്നെ അങ്ങനെ പോർഷൻസ് ആയിട്ടൊന്നും ഇല്ലല്ലോ. മോണ്ടിസോറി സ്കൂള് കുറവാണല്ലോ നമ്മുടെ ഈ ഏരിയയില്. മോണ്ടിസോറി സ്കൂള് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ ചെയ്യുന്നത് ചോദിക്കുമ്പോ ഞാനിപ്പോ മോണ്ടിസോറിയുടെ ക്ലാസ് ടീച്ചറിന്റെ പോലെ തന്നെയാണ്, അത് ഏതാ ക്ലാസ് എന്നാണ് ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. അപ്പൊ പലർക്കും അറിയില്ല എന്താ മോണ്ടിസോറി എന്നുള്ളത്, എന്താ അറിയുന്നില്ല. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള സ്കൂള് വളരെ കുറവാണ്. അപ്പൊ നമ്മള് ഒരു സ്കൂളിൽ ചെല്ലുമ്പോ ആ സ്കൂളിന്റെ ഇതല്ലേ പഠിക്കുക. അതെ. ഈ പക്ഷെ മോണ്ടിസോറി പഠിച്ചവരെയാണ് ഈവൻ CBSE സ്കൂളിൽ KG സെഷനിൽ പ്രിഫർ ചെയ്യുന്നത്. കാര്യം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ സ്കൂളിലെ രീതിയിൽ തന്നെ ചെയ്താൽ മതി എന്ന് പറയുമെങ്കിലും നമ്മളിപ്പോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ മോണ്ടിസോറി കഴിഞ്ഞവരെയാണ് അവർ KGയിൽ പ്രിഫർ ചെയ്യുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മെത്തേഡാണല്ലോ. ലൈക്ക് കുട്ടികളുടെ സൈക്കോളജി, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി അങ്ങനെയാണ് അവരുടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതറിയണമെങ്കിൽ മോണ്ടിസോറി പഠിച്ചിട്ട് തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് മിക്ക CBSE സ്കൂളിലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു അവിടുത്തെ KGയിലെ ടീച്ചർ. പക്ഷെ ഒരാളെ എടുക്കുള്ളവര് അങ്ങനെ ഒരു സെഷൻ ഒരു ഡിവിഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു സിസ്റ്ററും ഉണ്ട് കൂടെ ഈ കുട്ടി അസിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ അവര് പ്രിഫർ ചെയ്യുന്നത് മോണ്ടിസോറി കഴിഞ്ഞവരെ ആയിരിക്കും. കുട്ടി PG ഡിപ്ലോമ കഴിഞ്ഞ കുട്ടിയായിരുന്നു. ഞാൻ അത് റെഗുലർ ബാച്ച് ആയിരുന്നു, ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. ആ ഒരു വ്യത്യാസം. 4-5 വർഷമായി അതവിടെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ കുട്ടികളും അവിടെ തന്നെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ CBSE സ്കൂളും ICSE എന്തോ കേട്ടില്ല. സ്കൂളിൽ എന്തായാലും പറ്റില്ല. CBSE ICSE സ്കൂളിലല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഈ സ്കൂളിൽ പോയിട്ട് നമുക്ക് ഓരോരോ ടോയ്സ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോരോ സാധനങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളത് ഡിഫറെന്റ് മെത്തേഡിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലേ? അത് ചെയ്യാം. അതെ. കാരണം നമ്മൾ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ അവരെന്തെങ്കിലും ഒരു കണ്ടീഷൻസോ ഇൻസ്ട്രക്ഷൻസോ പറയുമ്പോൾ നമ്മൾ അത് റെസ്പെക്ട് ചെയ്യണമല്ലോ. ഇല്ല ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ പറയില്ലല്ലോ എന്തായാലും, അല്ലെ? അതേസമയം അവര് നമുക്ക് ഫ്രീഡം തരുവാണ്. പോയ കുറെ ട്രെയിനീസ് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ചെയ്തു എന്നും പറഞ്ഞുള്ള ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നു ചില സ്കൂളുകളിൽ കേട്ടോ. ഓരോ മാനേജ്മെന്റ് ഡിഫറെന്റ്. ഗവൺമെന്റ് സ്കൂളിൽ പോയവർക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അവർക്കതൊരു നല്ല ചാൻസ് ആണല്ലോ. സെക്ഷൻ ഉണ്ടോ? അങ്ങനെ പോയ നമ്മുടെ കുട്ടികളുണ്ട്. KG ഉള്ളത് ഇവിടെ പറവൂരുടെ അടുത്ത് 4 വരെയുള്ള ഒരു സ്കൂളുണ്ട്. ഗവൺമെന്റ് സ്കൂളാണ്. പള്ളിവക സ്കൂളാണെങ്കിലും ഗവൺമെന്റിന്റെയാണ്. അത് KG തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസ് ആണ് അവിടെ. KG തുടങ്ങി അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവും. 4ാം ക്ലാസ് വരെയുള്ള ചില LP സ്കൂളുകളിലൊക്കെ KG സെഷൻ ഉണ്ട്. അത് മാം നമ്മുടെ അവിടെയൊക്കെ ഗവൺമെന്റ് സ്കൂളാണ്. പക്ഷെ LKG UKG അവര് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങി. ഗവൺമെന്റ് അംഗീകൃതമാണ്, പക്ഷെ ഇത് അവര് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങി. അങ്ങനെയുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണേലും എടുക്കാം. അങ്ങനെ എടുക്കാം. നമുക്ക് നല്ല പോലെ എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് നല്ല ഫ്രീഡം കിട്ടുന്നുണ്ടെന്ന് കുട്ടികൾ പറയണ്ടേ. അവിടുത്തെ ടീച്ചർമാർക്കും ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ ഒരാള് പുറത്തുനിന്ന് വരുന്നത്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിലാണ് അവർക്ക് ഭയങ്കര ടെൻഷൻ. ഗവൺമെന്റിന്റെ അല്ലേ, ഗവൺമെന്റിന്റെ ലെറ്റർ ഹെഡിലൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് ചിലപ്പോൾ എഴുതി കൊടുക്കുമായിരിക്കും, എന്തോ അറിയില്ല.
സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നു. ഗവൺമെന്റിന്റെ ആയതുകൊണ്ടായിരിക്കാം. വേറെ ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടികൾ. അവിടുത്തെ കുഞ്ഞുങ്ങളും ഹാപ്പിയായി, ടീച്ചർമാർക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ ട്രെയിനീസ് അവിടെ ചെന്നപ്പോ അവർ കാണാത്തൊരു മെത്തേഡ് ഇങ്ങനെ കാണുവാണല്ലോ. ഒരു ട്രഡീഷണൽ ഒരു സ്കൂളിൽ ചെല്ലുമ്പോ ഗവൺമെന്റ് നമ്മളൊരു സ്കൂളിലുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ് ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒരു പുച്ഛമൊക്കെ ഉണ്ടാവും ചില സ്കൂളിൽ കേട്ടോ. അതെന്താന്ന് വെച്ചാൽ എനിക്ക് സ്കൂളില്, അതായത് ഞാൻ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു മാം ഉണ്ടായിരുന്നു, ജ്യോതി എന്ന പേര്, ഇംഗ്ലീഷാണ്. ട്രെയിനിങ് ടീച്ചർ ഇതെടുത്തോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് ടീച്ചറാണോ എടുക്കേണ്ടത്, ഞാനല്ലേ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമായിരുന്നു. എന്റെ ലെസൺസ് ആരും എടുക്കണ്ട അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഓ അത് ശരി. നമ്മുടെ ഒരു ട്രെയിനിൽ പോയപ്പം ഒരു സ്ഥലത്ത് പോയപ്പം അവിടുത്തെ ടീച്ചർക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ ആരും ഇല്ലാത്ത കാരണം പുള്ളിക്കാരി എങ്ങനെയൊക്കെയോ സ്കൂളിൽ വരുന്നതാ. പക്ഷെ നമ്മുടെ ട്രെയിനിൽ ചെന്ന് കഴിഞ്ഞപ്പോ പാവം വേഗം തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് ലീവ് എടുത്തു. അത് ഭയങ്കര താങ്ക്ഫുള്ളും ആയിരുന്നു എന്ന് പറഞ്ഞു. വന്നത് നന്നായി, എനിക്ക് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അത് ലീവ് എടുത്ത് പോവുകയും ചെയ്തു. ലീവ് എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അത്രയും ദിവസം നമ്മുടെ ട്രെയിനിങ് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് വന്നത് വളരെ അങ്ങനെയും ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഓർത്ത് അർത്ഥം കൂടി എടുക്കാമെന്ന് വിചാരിച്ചേ. സോ നമുക്ക് ഇനി 3 സ്റ്റേജില് ഓൾറെഡി നമ്മളൊന്ന് ഇൻട്രോ പറഞ്ഞിരുന്നു. സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും ആണ്. സോ ത്രൂ റിപ്പീറ്റേഷൻ ഇത് രണ്ടും അവരിൽ സ്ലോ പ്രോസസ് ആണെങ്കിൽ കൂടിയും അവരുടെ കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ വായിക്കൂ, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മിസ്, സൈൻ ഓഫ് ഉണ്ട്. യെസ് പ്ലീസ്. മിസ്സേ ഞാൻ സൈൻ ഓഫ് പറയാവേ. Good job, good job, good job today. You did a job today. Clap, clap, clap. Sing with me. It's time to say goodbye. Goodbye, 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 my friends. You did a great job today. Clap, clap, clap. Sing with me. Let's wave our hands. Goodbye. Good afternoon, everyone. I am Nishan. Thank you to our very own Jisha Miss who took the class for us today. On this occasion, I would like to thank our Miss on behalf of everyone who is with us to answer any questions or concerns. Thank you to all friends. Thank you, Miss. Okay, thank you so much. Have a nice day. Bye. Thank you, ma'am. Thank you, miss. Thank you, Miss. Bye. Thank you, miss. Bye. Thank you, miss.